ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്നതിലെ പാർട്ട് 4 ആണ്. അതായത് 110ാമത്തെ പേജിലെ 3, 4, 5 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 1, 2 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം 3ാമത്തെ ചോദ്യം ഇതാണ്: ഒരു സാമാന്തരികത്തിന്റെ വികർണങ്ങളുടെ നീളം 8 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററും ആണ്. അവയ്ക്കിടയിലെ കോൺ 50 ഡിഗ്രിയും ആണെങ്കിൽ അതിന്റെ പരപ്പളവ് കാണുക. അതായത് ഒരു പാരലോഗ്രത്തിന്റെ ഡയഗണൽസിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. 8 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററും ആണ്. ആ രണ്ട് ഡയഗണൽസിന്റെ ഇടയ്ക്കുള്ള ഒരു ആംഗിൾ ആണ് 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആ പാരലോഗ്രത്തിന്റെ ഏരിയ ആണ് കാണേണ്ടത്. ഇവിടെ ഫിഗർ തന്നിട്ടില്ല, അപ്പൊ നമുക്ക് ആദ്യം ഫിഗർ വരയ്ക്കാം. ഇവിടെ ഞാൻ പാരലോഗ്രാം വരച്ചിട്ടുണ്ട്. ഈ പാരലോഗ്രത്തിന്റെ ഒരു ഡയഗണൽ 8 സെന്റിമീറ്ററും മറ്റേ ഡയഗണൽ 12 സെന്റിമീറ്റർ. അപ്പൊ ഈ ഒരു ഡയഗണലാണ് 12 സെന്റിമീറ്റർ, ഈ ഒരു ഡയഗണൽ 8 സെന്റിമീറ്റർ എന്ന് എടുക്കുക. അവയ്ക്കിടയിലുള്ള ആംഗിൾ ആണ് 50 ഡിഗ്രി. പിന്നെ നമ്മൾ ഈ സാമാന്തരികം അഥവാ പാരലോഗ്രത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് സമാന്തരികം എന്ന് പറയുമ്പോൾ എതിർവശങ്ങൾ തുല്യവും പാരലുമാണ്, സമാന്തരവുമാണ്. പിന്നെ വികർണങ്ങളെ പറ്റിയുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. വികർണങ്ങൾ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ആണല്ലോ. അപ്പോ നമുക്ക് ഇത്രയും ഭാഗം എത്ര കിട്ടും? ടോട്ടലാണ് 12. അപ്പോൾ ഓരോന്നും 6 സെന്റിമീറ്റർ വെച്ച് കിട്ടും അല്ലെ. അപ്പൊ ഇത് 6 സെന്റിമീറ്റർ ആണ്, ഇതും 6 സെന്റിമീറ്റർ ആണ്. അതേപോലെ ടോട്ടൽ ഈ രണ്ടാമത്തെ വികരണത്തിന്റെ നീളം 8 ആണ്. അപ്പൊ ഓരോന്നും എത്ര വീതം വന്നു? 4 സെന്റിമീറ്റർ വീതം വന്നു. അതെങ്ങനെയായത്? വികരണങ്ങൾ മധ്യബിന്ദുവിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഇനി നമുക്കിവിടെ മട്ടത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ ഇല്ല. അപ്പൊ നമ്മൾ അതിനെ വരയ്ക്കണം. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വേർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ലംബം വരച്ചു. അപ്പൊ ഇവിടെ ഒരു മട്ടത്രികോണം നമുക്ക് കിട്ടിയല്ലോ. കണ്ട, ആ മട്ടത്രികോണത്തിലെ ഒരു കോണിന്റെ അളവ് എത്രയാണ്? 50 ഡിഗ്രിയാണ്. ഇനി ഈ ലംബത്തിന്റെ നീളം, അത് ഹൈറ്റ് കണ്ടുപിടിക്കാമല്ലോ. ഇനി ഈ ഹൈറ്റ് കണ്ടുപിടിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ഈ സാമാന്തരികത്തിന്റെ ഈ ഒരു വികരണം എടുത്തു നോക്കിക്കേ. ഈ ഒരു വികരണം, അതായത് മറ്റേ വികരണം നമ്മൾ എടുക്കുന്നില്ല, ഒരൊറ്റ വികരണം മാത്രം. അതായത് ഇങ്ങനെയാണ് സാമാന്തരികം ഇരിക്കുന്നത്. അതിന്റെ ഈ ഒരു വികരണം മാത്രം എടുക്കുക. ആ വികരണം, ആ ഡയഗണല് ഈ സാമാന്തരികത്തെ 2 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കുക. അല്ല, ഒരെണ്ണത്തിന്റെ പരപ്പളവ് കണ്ടിട്ട് അതിന്റെ ഇരട്ടി കാണുമ്പോൾ ഈ സാമാന്തരികത്തിന്റെ പരപ്പളവ് ആവുമല്ലോ അല്ലെ. നമുക്കിവിടെ ഈ ത്രികോണമിതിയിൽ അപ്ലൈ ചെയ്യുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറെ സമവാക്യം ഉണ്ട്. ഡയഗണലിന്റെ വികരണങ്ങളുടെ നീളം തന്നാൽ വേറെ സമവാക്യം ഉണ്ട്. പക്ഷെ ഈ ത്രികോണമിതി എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ സൈന്, കോസ് ഇതൊക്കെ കൊടുത്ത് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഓരോ ത്രികോണങ്ങളുടെയും പരപ്പളവ് കാണുക. 2 ത്രികോണങ്ങളും ഈക്വൽ ആണ്, തുല്യമാണ്. അപ്പോൾ ഒരെണ്ണത്തിന്റെ കണ്ടാൽ മതി. ഒരെണ്ണത്തിന്റെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതേ പരപ്പളവായിരിക്കും മറ്റേത്. അതുകൊണ്ട് അതിന്റെ ഇരട്ടി കാണുമ്പോൾ ഈ സാമാന്തരികത്തിന്റെ പരപ്പളവ് ആയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ലംബം അഥവാ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കാരണം ത്രികോണത്തിന്റെ പരപ്പളവ് എന്താണ്? ഹാഫ് ഇൻറ്റു പാദം ഗുണം ലംബം. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. അപ്പൊ നമ്മൾ ഈ താഴോട്ടുള്ള ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കാണുന്നത്. ഇവിടെ മട്ടത്രികോണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെ ഒരു കോണിന്റെ അളവ് 50 ഡിഗ്രിയാണ്. അതിന്റെ നേരെ എതിർവശത്ത് കിടക്കുന്നതാണ് ഹൈറ്റ്. അപ്പൊ എതിർവശം വരുന്നത് ഏതിനാണ്? സൈൻ ആണ് അല്ലെ. സൈൻ 50 സമം എന്താ? എതിർവശം ബൈ കർണം. എതിർവശം ബൈ കർണം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ് അല്ലെ. അപ്പോൾ സൈൻ 50ന്റെ വില എത്രയാണ്?
നമ്മൾ നേരത്തെ കണ്ടതാണ് 0.7660. എതിർവശമാണല്ലോ അറിയാൻ വയ്യാത്ത, അപ്പൊ അതിനെ ഹൈറ്റ് നെച്ചെന്നെടുത്തു. കർണം എത്രയാണ്? ഈ ഒരു മട്ടത്രികോണം മാത്രം നോക്കുക. 90 ഡിഗ്രിയുടെ നേരെ എതിർവശത്ത് കിടക്കുന്ന 6 സെന്റിമീറ്റർ അല്ലേ, അപ്പൊ 6 എന്ന് എഴുതാമല്ലോ. അപ്പൊ എച്ച് കാണാം, ഹൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഈ 6നെ 0.766 കൊണ്ട് ഗുണിച്ചാൽ പോരെ. നമുക്ക് ഗുണിച്ച് നോക്കാം. 0.766നെ 6 കൊണ്ട് ഗുണിക്കുക. 6 × 6 36, 6 × 6 36, 3 39, 6 × 7 42, 3 45. ഇഷ്ടം 4 ഉണ്ടല്ലോ മിച്ചം. 0 × 6 0 ആണ്, 0 4 കൂടെ കൂട്ടുമ്പോൾ 4. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? 4.596 നമുക്ക് ഹൈറ്റ് കിട്ടി, അതായത് ലംബം കിട്ടി. ഇനി നമുക്ക് ഈ സമവാക്യത്തിലേക്ക് ഇട്ട് കൊടുക്കണമല്ലോ. ഹാഫിന്റെ ബേസിന്റെ ഹൈറ്റ് ആണ് അല്ലെ, ഹാഫിന്റെ പാദം ഗുണം ലംബമാണ്. അപ്പൊ ആ ഒരു സമവാക്യത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു പാദം എത്ര? നമ്മൾ ഈ താഴത്തെ ഈ ത്രികോണത്തിന്റെയാണ്, അതായത് ഈ ഞാൻ ഇപ്പൊ പേന വെച്ചിരിക്കുന്നതിന്റെ താഴോട്ടുള്ള മുഴുവൻ ത്രികോണത്തിന്റെയും കൂടെയാണ് പരപ്പളവ് കാണുന്നത്. അപ്പൊ അതിന്റെ പാദം എന്ന് പറയുന്നത് ഈ ഒരു വികർണം അഥവാ ഡയഗണൽ അല്ലേ, അതിന്റെ മുഴുവനും കൂടെ നീളം 8 ആണ്. അപ്പൊ പാദം 8 ഇൻറ്റു ലംബം നമുക്കിപ്പൊ കിട്ടി ഹൈറ്റ് 4.596. ഈ 2ഉം 8ഉം കൂടെ ക്യാൻസൽ ആയിട്ട് ഇവിടെ 4 വരുമല്ലോ. അപ്പൊ 4 × 4.596 അല്ലേ ഇതിന്റെ പരപ്പളവ്. നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം. 0.596നെ 4 കൊണ്ട് ഗുണിക്കണം. 6 × 4 24, 9 × 4 36, 2 38, 5 × 4 20, 3 23, 4 × 4 16, 2 18. അപ്പോൾ എന്ത് കിട്ടി ഉത്തരം? 18.384 ചതുരശ്ര സെന്റിമീറ്റർ അഥവാ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇത് ഒരു ത്രികോണത്തിന്റെ പരപ്പളവേ ഉള്ളൂ, പക്ഷെ നമുക്ക് ഈ സാമാന്തര്യത്തിന്റെ മുഴുവൻ പരപ്പളവുമാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതാം? സാമാന്തരികത്തിന്റെ പരപ്പളവ് സമം അതിന്റെ ഇരട്ടിയാണല്ലോ, കാരണം ഈ ത്രികോണത്തിന്റെ അതേ പരപ്പളവ് തന്നെയാണ് മുകളിലത്തെ ത്രികോണത്തിൽ. അപ്പൊ 2 ഗുണം ഒരു ത്രികോണത്തിന്റെ പരപ്പളവ്. ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് 18.394 ആണല്ലോ, 384. അപ്പൊ നമുക്കതിനെ ഗുണിച്ചു നോക്കാം. 18.384നെ 2 കൊണ്ട് ഗുണിക്കാം. 4 × 2 8, 8 × 2 16, 3 × 2 6 1 7, 8 × 2 16 6 ഇഷ്ടം 1, 2 1 3. അപ്പൊ 36.768 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആൻസർ ആയിട്ട് എന്ത് എഴുതണം? ഏരിയ ഓഫ് ദി പാരലോഗ്രാം ഈക്വൽ ടു equal to 2 into 18.384 equal to 36.768 സ്ക്വയർ സെന്റിമീറ്റർ എന്നെഴുതിയാൽ മതി. ഇനിയിപ്പം 4ാമത്തെ ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. 4ാമത്തെ ചോദ്യം ഇതാണ്. ഒരു വശം 8 സെന്റിമീറ്ററും അതിൽ ഒരു കോൺ 40 ഡിഗ്രിയുമായ ഒരു ത്രികോണം വരയ്ക്കണം. ഈ 40 ഡിഗ്രി കോണിനെതിരെയുള്ള വശത്തിന്റെ നീളം ചുരുങ്ങിയത് എത്ര സെന്റിമീറ്റർ ആകണം? അതായത് ഒരു സൈഡ് 8 സെന്റിമീറ്ററും അതിൽ ഒരു ആംഗിള് 40 ഡിഗ്രിയും വരുന്ന ഒരു ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. അതിന്റെ ആ 40 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിന്റെ ഏറ്റവും മിനിമം ലെങ്ത് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെയും ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 8 സെന്റിമീറ്റർ വരച്ചു. ആംഗിള് 40 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. ആംഗിൾ 40 ഡിഗ്രി ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് മറ്റേ സൈഡിന്റെ മെഷർ, അതായത് ഇപ്പം വരയ്ക്കുന്ന ഈ സൈഡിന്റെ മെഷർ ഒന്നും തന്നിട്ടില്ല. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്രയാങ്കിൾ വരയ്ക്കാം. പക്ഷേ അതായത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ട്രയാങ്കിൾ വരയ്ക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കി വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം.
ഇങ്ങോട്ട് മാറ്റി താഴോട്ടാക്കി വരയ്ക്കാം. എന്താണെങ്കിലും നമ്മളെപ്പോഴും നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന ഷോർട്ടസ്റ്റ് ലെങ്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഷോർട്ടസ്റ്റ് ലെങ്ത് എപ്പോഴും ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ ഷോർട്ടസ്റ്റ് ലെങ്ത് കിട്ടത്തുള്ളൂ. അപ്പം കാരണം ഇപ്പം നമുക്ക് ഒരു റൂമിൻ്റെ ഹൈറ്റ് വേണം. അപ്പോൾ ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത്. ചെരിഞ്ഞൊരിക്കലും എടുക്കുകയില്ല. അപ്പം പെർപെൻഡിക്കുലർ ആണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് വരുന്നത്. ഞാനിവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇവിടെയാണ് പെർപെൻഡിക്കുലർ ആംഗിൾ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കോൺ 40 ഡിഗ്രിയുമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തന്നിരിക്കുന്നത്. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈ 40 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡിന്റെ ലെങ്ത് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡാണ്. നമുക്ക് അന്നേരം എന്താ എടുക്കേണ്ടത്? സൈൻ ആണ് എടുക്കേണ്ടത്. സൈൻ 40 തന്നിരിക്കുന്ന കോണ് 40 ആണ്. അപ്പോൾ സൈൻ 40 ഈക്വൽ ടു സൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് 40, 40ന്റെ നേരെ എതിർവശം ബൈ ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ. എതിർവശം ബൈ കർണം, 40ന്റെ എതിർവശം ബൈ കർണം ആണല്ലോ. അപ്പോൾ സൈൻ 40 എത്രയാണെന്ന് നമുക്ക് നോക്കാം. 40യുടെ നേരെ കിടക്കുന്ന ഫസ്റ്റ് കോളത്തിലുള്ളത് 0.6428 കണ്ടല്ലോ. 6428 ഈക്വൽ ടു. ഇനി എതിർവശം നമുക്ക് അറിയത്തില്ലല്ലോ, അതിന് ഹൈറ്റ് നമുക്ക് എടുക്കാം ബൈ കർണം. കർണം എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന 8 സെന്റിമീറ്റർ 8. അപ്പോൾ ഹൈറ്റ് എങ്ങനെ കാണാം? ഹൈറ്റ് h ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 8നെ 0.6428 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പം 0.6428നെ 8 കൊണ്ട് ഗുണിക്കണം. 8 ഗുണം 8 64, 8 ഗുണം 2 16, 16 6 22, 8 ഗുണം 4 32, 2 34, 6 ഗുണം 8 48, 48 3 51, പോയിന്റ് ഇടുന്നു, 5 എഴുതുന്നു. 8 ഗുണം 0 0 കൂടെ 5 ചേർത്ത്. അപ്പൊ ഹൈറ്റ് എത്ര കിട്ടി? ഹൈറ്റ് ഈക്വൽ ടു 5.1424 സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഷോർട്ടസ്റ്റ് ലെങ്ത്. ഇപ്പൊ ലാസ്റ്റ് ആൻസർ ആയിട്ട് എന്ത് എഴുതാം? ഷോർട്ടസ്റ്റ് ലെങ്ത് of the side opposite to 40 degree is 5.1424 സെന്റിമീറ്റർ. 40 ഡിഗ്രിയുടെ എതിർവശത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ നീളം, ഏറ്റവും ചുരുങ്ങിയ നീളം സമം 5.1424 സെന്റിമീറ്റർ. കിട്ടിയല്ലോ. ഇനി അഞ്ചാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: വശം 5 സെന്റിമീറ്ററും ഒരു കോൺ 70 ഡിഗ്രിയുമായ സമഭുജ സാമാന്തരികത്തിന്റെ വികരണങ്ങളുടെ നീളം കണക്കാക്കുക. അതായത് ഇവിടെ ഒരു റോംബസ് ആണ്. ആ റോംബസിന്റെ ഓരോ സൈഡും 5 സെന്റിമീറ്റർ ആണ്. ഒരു ആംഗിൾ 70 ഡിഗ്രിയുമാണ്. അങ്ങനാണെങ്കിൽ അതിന്റെ ഡയഗണൽസിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെയും ഫിഗർ ഇല്ല. അപ്പം നമുക്ക് ഫിഗർ വരയ്ക്കാം ആദ്യം. ഇവിടെയും നമുക്ക് ഈ സമഭുജ സാമാന്തരികത്തിന്റെ അഥവാ റോംബസിന്റെ പ്രത്യേകതകളാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. ഇവിടെ എല്ലാ വശവും 5 സെന്റിമീറ്ററും ആണ്. പിന്നെ ഒരു കോണിന്റെ അളവ് 70 ഡിഗ്രിയുമാണ്. ഇപ്പൊ ഇത് മുഴുവനും കൂടെ 70 ഡിഗ്രിയാണ് അല്ലെ. ഇപ്പോൾ സമഭുജ സാമാന്തരികത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്. വികരണങ്ങളിൽ ലംബ സമഭാജികളാണ്. അതായത് ഇവിടെ ലംബങ്ങളായിട്ടാണത് മുറിക്കുന്നത്. സമഭാജികളുമാണ്. സമഭാജികൾ എന്ന് പറഞ്ഞാൽ മധ്യബിന്ദുവിൽ കൂടെ കടന്നു പോകത്തുള്ളൂ, മിഡ് പോയിന്റിൽ കൂടെ കടന്നു പോകത്തുള്ളൂ. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഈ വികരണങ്ങൾ ഓരോ കോണിനെയും സമഭാഗം ചെയ്യുന്നു. അപ്പൊ ഇവിടെ ടോട്ടൽ 70 ആണെങ്കിൽ അതിനെ മുറിച്ച് മുകളിൽ 35 താഴെ 35 വെച്ച് വരും. അപ്പൊ അടുത്ത പോയിന്റ് ആയിട്ട് എന്താ എഴുതുന്നത്? ഡയഗണൽസ് ബൈസെക്ട് ദ ആംഗിൾസ്.
വികർണങ്ങൾ കോണുകളെ സമഭാഗം ചെയ്യുന്നു. അല്ലാതെ പ്രത്യേകതകളുണ്ട്. എന്താണ്? സമഭുജ സാമാന്തരികത്തിന്റെ അഥവാ റോംബസിന്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് ഇവിടെ വേണ്ട പോയിന്റ് മാത്രമാണ് ഞാൻ എഴുതിയത്. ഇനി ഞാൻ രണ്ടാമത്തെ പോയിന്റ്, അതായത് വികർണങ്ങൾ കോണുകളെ സമഭാഗം ചെയ്യുന്ന ഡയഗണൽസ് ഓരോ ആംഗിളിനെയും 2 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കുന്നു. അതായത് ഇവിടെ ഇത് മുഴുവനും കൂടെ 70ആണ്. അപ്പോൾ ഓരോന്നും എത്രയായി? 35ആയി. നമുക്ക് ഈ ഒരെണ്ണത്തിൽ എഴുതിയാൽ മതി. കാരണം ഇവിടെയാണ് ഞാൻ മട്ടകോൺ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണമാണ്. അതിൻ്റെ ഒരു കോൺ 35ഉം ഒരു വശം, അതായത് ഈ മട്ടകോണിന്റെ 90 ഡിഗ്രിയുടെ നേരെ എതിരെ കിടക്കുന്നത് 5 സെന്റിമീറ്ററുമാണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വികർണങ്ങളുടെ നീളം കാണണം. അതായത് ഇതിന്റെ നീളവും വേണം, ഇതിന്റെ നീളം, 2 വികർണത്തിന്റെ നീളം വേണം. അപ്പൊ നമുക്ക് 2 പോയിന്റ്സ് നമുക്ക് ചെയ്യാനുണ്ട്. ഇനി ഞാൻ ഇതങ്ങ് മായ്ക്കുകയാണ്. നമ്മൾ ഈ ഒരു മട്ടത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ ആണ് എടുക്കുന്നത്. അതിന്റെ നോക്കിക്കേ, ഈ 35ന്റെ നേരെ എതിർവശമാണ് ഈ കിടക്കുന്നത്. അപ്പൊ അത് കിട്ടണമെങ്കിൽ എതിർവശം വരുന്നത് ഏതാണ്? സൈൻ ആണ്. അപ്പൊ സൈൻ 35 സമം എതിർവശം അറിയത്തില്ല. നമുക്ക് ഈ വികർണങ്ങൾക്ക് പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഈ സാമാന്തര്യത്തിന് പേര് കൊടുക്കാം. സമഭുജ സാമാന്തര്യത്തിന് ABCD എന്ന് പേര് കൊടുക്കാം. ഈ കടന്നു പോകുന്ന ബിന്ദുവിന് O എന്നും കൊടുക്കാം. അപ്പോൾ എതിർവശത്തിന്റെ പേരെന്താണ്? AO അല്ലെ? സൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്, അഥവാ എതിർവശം ബൈ കർണമാണ് അല്ലെ? അപ്പോൾ ഓപ്പോസിറ്റ് കിടക്കുന്ന AO ബൈ കർണം എത്ര? 90ന്റെ നേരെ എതിർവശത്താണ് ഹൈപ്പോട്ന്യൂസ് അഥവാ കർണം. കർണം 5 അല്ലേ? ഇനി സൈൻ 35 എത്രയാണെന്ന് നമുക്ക് നോക്കാം. 35ന്റെ നേരെ ഒന്നാമത്തെ കോളത്തിലുള്ള 0.5735 കണ്ടോ? 0.5735. അപ്പൊ ഇതിൽ നിന്ന് AO നമുക്ക് കിട്ടുമല്ലോ. AO കാണാൻ വേണ്ടിയിട്ട് ഇതിനെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഗുണം 0.5735 ആണല്ലോ. നമുക്കതൊന്ന് ഗുണിച്ച് നോക്കാം. 0.5735നെ 5 കൊണ്ട് ഗുണിക്കണം. 5 ഗുണം 5 25, 5 ഗുണം 3 15, 2 17, 5 ഗുണം 7 35, 1 36, 5 ഗുണം 5 25, 3 28 ആയല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം 2.8675 എന്ന് കിട്ടി. ഇത് AO ഇത്രയും ആയതേ ഉള്ളൂ. നമ്മുടെ ആദ്യത്തെ വികരണം എന്താണ്? AC ആണ്. അപ്പൊ ഇത് മധ്യബിന്ദുവിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഈ OCയും അത് തന്നെയാണല്ലോ അല്ലെ? അപ്പൊ നമുക്ക് ACയുടെ നീളമായിട്ട് എങ്ങനെ എഴുതാം? AC ഈക്വൽ ടു ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ പോരെ. 2 ഗുണം 2.8675. അപ്പൊ ഇതിനെ 2 കൊണ്ട് കൂടെ ഗുണിക്കാം. 5 ഗുണം 2 10, 7 ഗുണം 2 14, 1 15, 6 ഗുണം 2 12, 1 13, 8 ഗുണം 2 16, 1 17, 2 ഗുണം 2 4, 1 5. അപ്പോൾ ഉത്തരം എന്ത് കിട്ടി? 5.735. 0 എഴുതേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇപ്പൊ ഈ വികരണം AC മാത്രമേ കിട്ടിയുള്ളൂ. അതേപോലെ തന്നെ BDയും കാണണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ത്രികോണം തന്നെ എടുക്കുക. എന്നിട്ട് അതിനകത്ത് ODയുടെ നീളം കണ്ടുപിടിച്ചാൽ മതി അല്ലെ? OD എന്ന് പറയുന്നത് ഈ 35ന്റെ അടുത്തുള്ള വശം, സമീപവശം, അഡ്ജസന്റ് സൈഡ്. അപ്പൊ അഡ്ജസന്റ് സൈഡ്, സമീപവശം അതേതാണ്? കോസ് ആണ് അല്ലെ? കോസ് 35 സമം എന്താണ്? അഡ്ജസന്റ് സൈഡ് ഓഫ് 35 ബൈ ഹൈപ്പോട്ന്യൂസ്. 35ന്റെ സമീപവശം ബൈ കർണം അല്ലെ? 35ന്റെ സമീപവശത്തിന്റെ പേരെന്താ? DO. DO ബൈ കർണം എത്രയാണ്? കർണം മാറുന്നില്ലല്ലോ. 90ന്റെ നേരെ എതിർവശത്തുള്ള
5. ഇനി cos 35 എത്ര നമുക്ക് നോക്കണ്ടേ? 35ന്റെ നേരെ രണ്ടാമത്തെ കോളം എടുക്കുക. കോസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കോളമാണ്. രണ്ടാമത്തെ കോളത്തിൽ കിടക്കുന്ന വില കണ്ടോ? 0.8191 കണ്ടല്ലോ. അപ്പൊ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ DO ന്റെ നീളം കിട്ടുമല്ലോ. DO ഈക്വൽ ടു 5നെ 0.8191 കൊണ്ട് ഗുണിക്കുക. 0.8191നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 5 9 × 5 45ന്റെ 5 4 ശിഷ്ടം മിച്ചമുണ്ട്. 5 × 1 5 4 9 8 × 5 40 മിച്ചം 4 0 × 5 0 പ്ലസ് 4 4. അപ്പോൾ ഉത്തരം എന്ത് കിട്ടി? 4.0955. ഇത് എന്തിന്റെ നീളമാണ്? DO. D മുതൽ O വരെയുള്ള നീളം. നമുക്ക് വേണ്ടത് D മുതൽ B വരെയാണ്. ഈ O എന്ന് പറയുന്ന മധ്യബിന്ദുവാണ്. അപ്പോൾ OBയുടെ നീളവും DOയുടെ നീളവും തുല്യമാണ്. അല്ലെങ്കിൽ BDയുടെ നീളം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. 2 × 4.0955 ചെയ്താൽ പോരെ. അതും കൂടെ ഗുണിച്ച് നോക്കാം. ഇപ്പം 2 കൊണ്ട് ഗുണിക്കുക. 5 × 2 10 മിച്ചം 1. 5 × 2 10 1 11 മിച്ചം 1. 9 × 2 18 1 19 9 മിച്ചം 1. 0 × 2 0 0 1 1. 4 × 2 8. അപ്പൊ 8.191. 0 എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആദ്യത്തെ വികരണം AC ആണ്. അതിന്റെ നീളം 5.735. രണ്ടാമത്തെ വികരണം BD ആണ്. അതിന്റെ നീളം 8.191 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഈ സെക്ഷൻ തീർത്തു.